നമസ്കാരം. അങ്ങേയറ്റം നിരാശയോടെയും രോഷത്തോടെയുമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ജൂലൈ 22-ാം തീയതി ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു ഇമെയിൽ അയച്ചിരുന്നു. എത്രയും പെട്ടെന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉയർന്ന ആരോപണങ്ങളിന്മേൽ UDF സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ ഇമെയിൽ അയച്ചത്. അതായത് ജനങ്ങൾ വളരെ അതൃപ്തരാണ് UDF സർക്കാരിൻ്റെ ഈ ഒരു രീതിയോടും, അതായത് ഒത്തുകളി ഭരണമാണോ നടക്കുന്നതെന്നും ജനങ്ങൾ സംശയിക്കുന്നുണ്ടെന്നും ഞാൻ ആ ഇമെയിലിൽ സൂചിപ്പിച്ചിരുന്നു. ഈ നിമിഷം വരെ, ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് 13-ാം തീയതിയാണ്, ഈ നിമിഷം വരെ ആ ഒരു ഇമെയിലിന് എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. മാത്രവുമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫോളോ അപ്പ് ഇമെയിൽ, ഒരു റിമൈൻഡർ ഇമെയിൽ അയച്ചിരുന്നു. അതിനും റെസ്പോൺസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ UDFന് വോട്ട് ചെയ്ത ആളാണ്, UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച ആളാണ്, UDF അധികാരത്തിലെത്താൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി എൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുള്ള ആളുമാണ്. കാരണം എനിക്ക് വ്യക്തമായിട്ടറിയായിരുന്നു, ഞാൻ തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, കേന്ദ്ര സർക്കാർ പിണറായി വിജയനുമായി ഒത്തുകളിക്കുന്നുണ്ടെന്നുള്ളത്. എന്നെ അഴിക്കുള്ളിൽ ആക്കേണ്ട പിണറായി വിജയനെ, കാരണം സ്വപ്ന സുരേഷിൻ്റെ വ്യക്തമായ മൊഴിയുണ്ട് പിണറായി വിജയനെതിരെ. എന്നിട്ട് പോലും ഒരു ചോദ്യം പോലും ചെയ്തില്ല. അതായത് അഴിക്കുള്ളിലാക്കിയില്ലെന്ന് മാത്രമല്ല, പിണറായി വിജയനെതിരെ, അല്ലെങ്കിൽ പിണറായി വിജയനെ ഒന്ന് ചോദ്യം പോലും ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു, വ്യക്തമായ ഒരു അന്തർധാര BJPയും പിണറായി വിജയനും തമ്മിലുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതീക്ഷ UDFലായിരുന്നു. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ പിണറായി വിജയനെതിരെ ശക്തമായ അന്വേഷണം, അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിന്മേൽ ശക്തമായ അന്വേഷണം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. എന്നാൽ എൻ്റെ വിശ്വാസം 100% തെറ്റിയിരിക്കുകയാണ്. BJPയുടെ, അല്ലെങ്കിൽ BJP ചെയ്യുന്നത് പോലെ തന്നെ UDFും പിണറായി വിജയനുമായി ഒത്തുകളിക്കുകയാണ്. BJP ചെയ്യുന്നത് പോലെ തന്നെ UDFും കേരളത്തെ വഞ്ചിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊക്കെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? നിങ്ങളെ എന്ത് നേട്ടത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ എന്ത് നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിലാണ് നിങ്ങൾ പിണറായി വിജയനെതിരെ, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിന്മേൽ അന്വേഷണം പ്രഖ്യാപിക്കാത്തത്? നിങ്ങൾക്ക് ജനങ്ങളാണോ വലുത്, അതോ ഈ പ്രതിപക്ഷത്തുള്ള ഇതുപോലെയുള്ള നേതാക്കളാണോ വലുത്? നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ തുടരുന്നത്? 1% പോലും ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അധികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി, അല്ലാതെ ജനങ്ങളുടെ നന്മയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ, ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ, ജനങ്ങൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താനേ.